നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ രുചികരമായ നല്ലൊരു സദ്യ സ്പെഷ്യൽ വറുത്തരച്ച സാമ്പാറാണ്. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന സാമ്പാറിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇന്ന് സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ സാമ്പാർ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഈ ഒരു സദ്യ സ്പെഷ്യൽ വറുത്തരച്ച സാമ്പാർ എങ്ങനെ തയ്യാറാക്കുമെന്ന് കാണാം. ആദ്യം തന്നെ നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് അരക്കപ്പ് തോരപ്പരിപ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാനായിട്ട് അരമണിക്കൂർ ഒന്ന് കുതിർത്തെടുത്ത ശേഷം വേവിച്ചെടുക്കാനായിട്ട് ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ മീഡിയം സൈസിലുള്ള ഒരു സവാള ഇതുപോലെ ക്യൂബ്സായി അരിഞ്ഞതും നല്ല എരിവുള്ള 2-3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ചേർക്കാം. പരിപ്പിനോടൊപ്പം തന്നെ വേവ് കൂടുതലുള്ള പച്ചക്കറികൾ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. സദ്യ സാമ്പാർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് അധികം പച്ചക്കറികൾ ചേർക്കുന്നില്ല. മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ വലുതായി അരിഞ്ഞെടുത്തിട്ട് ഇത് മാത്രമാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേവ് കൂടുതലുള്ള ഏത് പച്ചക്കറികളും ഇതിനോടൊപ്പം ചേർക്കാവുന്നതാണ്. ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ഇതുപോലെ ചെറിയൊരു കഷ്ണം കട്ടിക്കായവും കൂടി ചേർക്കാം. കൂടെ തന്നെ പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരു വറ്റൽ മുളകും പരിപ്പ് പതഞ്ഞു പൊങ്ങാതിരിക്കാനായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കാം. ഒപ്പം തന്നെ ഇതെല്ലാം ഒന്ന് മുങ്ങിക്കിടക്കാൻ ആവശ്യമായ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം കുക്കർ മൂടി വെച്ച് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു മീഡിയം തീയിൽ 2 വിസിലടിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പൊന്ന് വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് സാമ്പാറിന് വേണ്ട മസാല കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ചൂടുകട്ടിയുള്ളൊരു പാത്രം സ്റ്റവിൽ വെച്ച ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ആദ്യം തന്നെ നമുക്കിതുപോലെ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള കട്ടിക്കായം ചെറുതായിട്ട് മുറിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാം. തീയൊന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് കായം നന്നായിട്ട് ഫ്രൈ ആയി ഇതുപോലെ ഒന്ന് വീർത്ത് കിട്ടും വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതേ എണ്ണയിലേക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള പച്ചമല്ലി ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് ഈ മല്ലി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 നുള്ള ഉലുവയും 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1 ടീസ്പൂൺ ഉണക്കലരിയും നല്ല എരിവുള്ള 8 വറ്റൽമുളകും ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. കുറഞ്ഞ തീയിൽ വെച്ച് നന്നായിട്ട് ഇളക്കി എല്ലാം പാകത്തിനൊന്ന് ഫ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതെല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ബാക്കിയുള്ള എണ്ണയിലേക്ക് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർക്കാം. ഒപ്പം തന്നെ 5-6 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും ഇതുപോലെ കുറച്ചധികം കറിവേപ്പിലയും ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി കിട്ടും വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. സാമ്പാറിന് വേണ്ടി വറുക്കുമ്പോൾ തീയലിന് വേണ്ടി വറുക്കുന്ന പോലെ തേങ്ങയുടെ കളർ ഡാർക്ക് ബ്രൗൺ നിറമാവേണ്ട ആവശ്യമില്ല. എന്നാലും ഡാർക്ക് കളർ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ വറുത്തെടുക്കാവുന്നതാണ്. തേങ്ങയുടെ കളർ ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി കിട്ടിയാൽ തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിരുന്ന ചേരുവകൾ കൂടി ചേർത്തിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പരിപ്പ് ഇവിടെ പാകത്തിനൊന്ന് വെന്ത് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സാമ്പാർ തയ്യാറാക്കാനായി തുടങ്ങാം. അതിനായിട്ട് സാമ്പാർ തയ്യാറാക്കാൻ പാകത്തിന് വലുപ്പമുള്ള ചുവടുകെട്ടുള്ളൊരു പാത്രം സ്റ്റവിൽ വെച്ച ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം 4-5 വെണ്ടയ്ക്ക ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഇതിനോടൊപ്പം തന്നെ 8-10 ചെറിയുള്ളിയും 2 മുരിങ്ങക്കായ നീളത്തിൽ അരിഞ്ഞതും ചേർക്കാം. ഒരു മീഡിയം തീയിൽ വെച്ച് 1 മിനിറ്റോളം വഴറ്റി ഇതൊന്ന് വാടിയതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നല്ലൊരു കളറിനായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും നല്ലൊരു സ്വാദിനായിട്ട് 1 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർക്കാം. പൊടികൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്താൽ ഉടനെ തന്നെ ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 വലിയ തക്കാളി ഇതുപോലെ വലുതായി അരിഞ്ഞെടുത്ത് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. സാമ്പാറിന് പുളിക്ക് വേണ്ടിയിട്ട് വലിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപുളി 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ ഒന്ന് പിഴിഞ്ഞ് യോജിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പുളിവെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ പുളിവെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സാമ്പാറിലേക്ക് ആവശ്യമായ വെള്ളം ചേർക്കാം. ഞാനിതിലേക്ക് 4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അധികം കുഴപ്പമില്ലാത്ത സാമ്പാർ വേണ്ടവർക്ക് കൂടുതൽ അളവിൽ വെള്ളം ചേർക്കാവുന്നതാണ്. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിനോടൊപ്പം തന്നെ നമ്മൾ കുക്കറിൽ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പും പച്ചക്കറികളും ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർക്കാം. ഇനി നമുക്ക് പച്ചക്കറികളെല്ലാം പാകത്തിനൊന്ന് വെന്ത് എല്ലാം ഒന്ന് യോജിച്ച് ചേർന്ന് കറിയൊന്ന് കുറുകി പാകമായി കിട്ടാനായിട്ട് ഒരു മീഡിയം തീയിൽ 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്നപ്പോഴേക്കും നമ്മുടെ പച്ചക്കറികളെല്ലാം പാകത്തിനൊന്ന് വെന്ത് കറിയൊന്ന് കുറുകി പാകമായി കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന മസാല കൂട്ടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ കറിയിൽ നിന്നും അല്പം എടുത്ത് ഇതുപോലെ മസാലയിലേക്ക് ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ച് ചേർക്കുന്നതാവും നല്ലത്. മസാല കൂട്ടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാല ചേർത്താൽ പിന്നെ അധിക സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. മസാല നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം തീയൊന്ന് കുറച്ച് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ പൊടിച്ച ശർക്കര കൂടി ചേർക്കാം. ശർക്കര ചേർത്ത സാമ്പാറിൻ്റെ ചെറിയൊരു മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ശർക്കര ഒഴിവാക്കാവുന്നതാണ്. അവസാനമായിട്ട് നല്ലൊരു സ്വാദിനായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്തൊന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ച് ചേർക്കാനായിട്ട് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും 3 വറ്റൽ മുളകും 4-5 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് സാമ്പാറിലേക്കൊന്ന് താളിച്ച് ചേർക്കാം. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെ മൂടി വെച്ച് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം കഴിക്കുന്നതാവും കൂടുതൽ നല്ലത്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ സാമ്പാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റ് റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്